ഞാനേ 2 ദിവസം മുമ്പ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഇവിടെ നിന്ന് ബസ് ഇറങ്ങിയിട്ട് നടന്നു പോകാൻ നോക്കും. നല്ല മഴ അവിടെ കയറിയിരിക്കായിരുന്നു. വല്ലാത്തൊരു കുരയ്ക്കുന്ന നായ കുരയ്ക്കുന്ന ശബ്ദം കേട്ട് നോക്കുമ്പോൾ ഒരു 3 പട്ടികൾ, വലിയ സൈസുള്ള 3 പട്ടികൾ കടികൂടിയാണ് ബസ് സ്റ്റാൻഡിനകത്ത്. ആളെല്ലാം പേടിച്ചോടുകയാണ് 4 വഴിക്ക്. ശരിക്കും ഞാൻ മനസ്സ് വിചാരിക്കുകയായിരുന്നു, ഇടയ്ക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തരത്തിലുള്ള ഈ തെരുവ് നായ്ക്കളൊക്കെ പിടിക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി പിടിച്ചു എന്നൊക്കെ പറയുന്നു. അതിനെതിരെ ഈ മൃഗസ്നേഹികൾ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമരം നടത്തുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. മൃഗസ്നേഹികൾ എന്ന്, കപട മൃഗസ്നേഹികൾ എന്ന് വിശേഷിപ്പിക്കുന്നതായിരിക്കും അവരെ ഏറ്റവും കൂടുതൽ ഉചിതം. കാരണം നമ്മൾ കാണുന്ന മൃഗസ്നേഹികൾ പലരും അവർ ഈ കയ്യടി നേടാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തിനപ്പുറത്തേക്ക് ആത്മാർത്ഥതയുള്ള ഒരു ചുരുക്കമാകാം. അത് നമ്മളെല്ലാവരും അടിച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല, എങ്കിലും ഇത് ഉള്ളവരുണ്ട്. പക്ഷേ ഭൂരിപക്ഷം ഇത്തരത്തിൽ നമ്മൾ പുറമേ ഉള്ള വർത്തമാനത്തിൽ മാത്രം പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. ഒരുപക്ഷെ ഈ നമ്മൾ ഈ ചർച്ച കണ്ടിട്ട് എൻ്റെ താഴെ ഒന്ന് കുറേ പേര് കമൻറ്റ് ഇട്ട് നമ്മളെ ചീത്ത വിളിക്കുന്നുള്ളത് ഉറപ്പാണ്. ഇത് മൃഗസ്നേഹികളെന്ന് പറയപ്പെടുന്ന ആൾ. ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ ഈ ചില പോസ്റ്റുകളൊക്കെ ഈ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇതുപോലെ കുറേ കോപ്രായ സമരങ്ങൾ അവരിങ്ങനെ നടത്തിയതിൻ്റെ വീഡിയോ ഒക്കെ വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിനകത്ത് പലതിനോടൊന്നും നമുക്കൊന്നും യോജിക്കാൻ കഴിയുന്ന വിഷയമല്ല. അവർ പറയുന്നത് കോഴി, അതിനകത്തൊരു ഒരു ആ മൃഗസ്നേഹികൾ എന്ന് പറയുന്ന ആ കൂട്ടർ ഉയർത്തിയ ഒരു വാദം, കോഴിയെ കൊല്ലരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനോടൊപ്പം നമ്മൾ അവരോട് എന്താ പറയുക? കാരണം നമ്മളൊരു ഫുഡ് ചെയിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ കോഴിയെ കൊല്ലുന്ന, കറി വെക്കുന്നത്, അതിനെ വളർത്തുന്നത്, ഇതൊക്കെ ആ ഒരു ഫുഡ് ചെയിൻ്റെ ഭാഗമായിട്ട് പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ഈ മൃഗസ്നേഹികൾ പലരും ഇവർ ഈ ലോജിക്ക് ഇല്ലാതെ വെറും എന്താണ് ഈ ഒരു ഷോ, അതിനപ്പുറത്തേക്കൊന്നും ഇവരിൽ പലർക്കും ആത്മാർത്ഥതയില്ല. ഈ നായപ്രേമം വരുമ്പോഴും വാസ്തവത്തിൽ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഈ നായപ്രേമം എന്നുള്ളത് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയങ്ങളിലൊന്നാണ് നായ പ്രശ്നം. വലിയ പ്രശ്നമാണ്. സ്വാഭാവികമായിട്ട് കൊച്ചു കുട്ടികൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഓടിച്ചിട്ട് കടിക്കുന്നത് നമ്മൾ കണ്ടില്ല. വാർത്ത കൊടുത്തന്നെ പേളായി മരിച്ച കുട്ടികളുണ്ട്. അതെ. അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരം അതൊരു വൈകാരിക വിഷയമായിട്ട് നിൽക്കുമ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഓപ്പോസിറ്റ് ആണ് പ്രതികരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായി ഏതായാലും ഇപ്പോൾ സർക്കാർ ഒരു നിയമം കൊണ്ടുവരുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ നായകൾക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ തെരുവിൽ പലപ്പോഴും ഈ ചില ആളുകൾ വണ്ടിയിൽ വന്നിട്ട് തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്തിട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി മുതൽ ഇത് നടക്കില്ല. തദ്ദേശ ഭരണ വകുപ്പ് ഇക്കാര്യത്തിൽ കർശന നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് അങ്ങനെ ഫുഡ് കൊടുക്കണം നിർബന്ധമുള്ളവർക്ക് അതിൻ്റെ ഷെൽട്ടറിൽ കൊണ്ടേ കൊടുക്കാം. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ ഷെൽട്ടർ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പിടിക്കുന്ന കുറേ നായകളവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അതിനെതിരെ ആ നായകളെ കൊണ്ട് കൊന്നു എന്ന് ആരോപിച്ചുകൊണ്ട് കുറച്ച് മൃഗസ്നേഹികൾ ഇടയ്ക്ക് കോർപ്പറേഷൻ ഓഫീസിൻ്റെ മുന്നിൽ സമരം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ മൃഗസ്നേഹികൾ, ഈ നായ സ്നേഹികളായ എത്ര പേര് സ്വന്തം വീട്ടിൽ ഈ തെരുവ് നായ്ക്കളെ വളർത്താൻ തയ്യാറാവും? അതെ. നമ്മൾ ഈ തെരുവിൽ ഫുഡ് കൊടുക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ചിലപ്പോൾ 1-2 ദിവസം ഒരു ഷോയ്ക്ക് വേണ്ടി കൊടുത്ത് ഫോട്ടോയും എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് സ്ഥലം വിടും. ഇത് പിന്നീട് തെരുവ് നായ്ക്കൾക്ക് ഈ ഫുഡ് കിട്ടാണ്ട് വരുമ്പം ഇതുങ്ങൾ അക്രമാസക്തരാകും. സ്വാഭാവികമായും ഇതിൻ്റെ അടുത്ത് കൂടി വരുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും സാധാരണക്കാർ ഇതിനൊന്നും ഒരു തരത്തിലും കണക്റ്റഡ് അല്ലാത്ത ഒരാൾ വരുമ്പോൾ അവരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് ഈ നായ്ക്കളുടെ സ്വഭാവം അത്തരത്തിൽ മാറിയിടുക. അതിന് കാരണം ഇത്തരം ഇവർ കാണിക്കുന്ന ഈ കപട നായസ്നേഹികൾ കാണിക്കുന്ന ഇത്തരം പ്രവൃത്തി തന്നെയാണ്. അപ്പം നമ്മളൊരു പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മനുഷ്യർക്ക് സ്വന്തം അനുഭവത്തിൽ നിന്ന് തെരുവ് നായ്ക്കളുടെ ശല്യം നേരിടേണ്ടി വന്ന ഒരുപാട് പേരുണ്ടാകും. എനിക്ക് വ്യക്തിപരമായിട്ട് നേരിടേണ്ടി വന്നു. ഇവിടെ ഈ പട്ടത്തേക്ക് വന്നപ്പോൾ ഒരു LIC ഭാഗത്തുകൂടി ഇത് വന്നപ്പോൾ ഒരു വെളുപ്പിനെയായിരുന്നു. ഞാൻ വണ്ടി ഓടിച്ച് തന്നെയാണ് വന്നത്. അപ്പോൾ നമ്മൾ സാധാരണ തെരുവ് നായ്ക്കളെ കൂട്ടം കൂടി നിൽക്കുന്ന നമ്മൾ കാണാറുണ്ട്. അതുപോലെ കൂട്ടം കൂടി നിന്ന് ഞാൻ സൈഡിൽ കൂടി വണ്ടി ഓടിച്ച് പോകുമ്പോൾ പൊക്കോണ്ടിരുന്നതിൻ്റെ ഇടയിൽ കൂട്ടമായിട്ട് തെരുവ് നായ്ക്കൾ എൻ്റെ പുറകെ വന്നു. അപ്പോൾ ചിലതൊക്കെ ഭയങ്കര അതിൻ്റെ നമുക്ക് ആ ക്രൗര്യം നമ്മളത് പേടിക്കും. അത് പേടിച്ച് ഞാൻ പ്രത്യേകിച്ച് എൻ്റെ പുറകിൽ ബാഗും കൂടി ഉണ്ടായി, വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പേടിച്ച് എൻ്റെ കാലെ കടിക്കുമോ എന്ന് കരുതി ഞാൻ വണ്ടിയുടെ മുകളിലേക്ക് കാലെടുത്ത് വെച്ചാണ് ഞാൻ അന്ന് ഓടിച്ചത്. അത് അന്ന് വെളുപ്പിനെ ആയതുകൊണ്ട് വേറെ ആരും ഇല്ലായിരുന്നു. അപ്പം ഞാൻ അത്രയും ധൈര്യത്തിൽ അത് വണ്ടിയിലായിരുന്നുകൊണ്ട് മാത്രമേ എനിക്കത് സാധിച്ചു. ഇതേപോലെ നമ്മൾ ഇതൊരു കുട്ടികളുടെ കാര്യത്തിലാണ് നമ്മൾ ഇത്തരം ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യത്തിലാണ്. മാത്രമല്ല ഈ മൃഗസ്നേഹികൾ എന്ന് പറയുന്നവരെ മക്കൾ കാറിലായിരിക്കും സ്കൂളിൽ പോകുന്നത്, തീർച്ചയായും സ്കൂൾ ബസ്സിലായിരിക്കും. ഇതൊന്നുമല്ല, നാട്ടുമ്പുറങ്ങളൊക്കെ നമ്മുടെ സാധാരണക്കാരെ അല്ലെങ്കിൽ നഗരങ്ങളിൽ തന്നെ സാധാരണക്കാരായ കുട്ടികൾ, ആ വീട്ടിലുള്ള കുട്ടികൾ നടന്നതിനൊക്കെ അവർ സ്കൂളിൽ പോകുന്നത്. ഈ മണ്ണിനോടടുത്ത് ജീവിക്കുന്ന മൃഗസ്നേഹികൾ തീരെ കുറവാണ് നമ്മുടെ നാട്ടിൽ. മണ്ണിനോടടുത്തെങ്കിൽ മാത്രമേ മണ്ണ് എന്താണ്, മൃഗം എന്താണെന്ന് ആ ഒരു വികാരം കൃത്യമായി തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ അതിനോടടുത്ത് ജീവിക്കണം. ഇത് നമ്മൾ ഈ ഫ്ലാറ്റുകളിലും മറ്റുള്ളിടങ്ങളിൽ പോയി താമസിച്ചിട്ട് ഫേസ്ബുക്കിൽ കുറിപ്പ് എഴുതിയിടുന്നതും ഘോരം പ്രസംഗിക്കുന്ന ഒന്നും മൃഗസ്നേഹമാകില്ല. അത് തെരുവിലെ നായ്ക്കളെ പുനരുദ്ധരിപ്പിക്കുക, അവരെല്ലാം അങ്ങനെ ഇറങ്ങി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അതും ചെയ്യില്ല, ഒന്നും ചെയ്യാതെ വേറെ ചിലരാകട്ടെ ഈ മൃഗസ്നേഹം കാണിക്കാൻ വേണ്ടി 100-150 പട്ടികളെ ഒരുമിച്ച് കൊണ്ട് വീട്ടിലിട്ട് അവിടെ ഒരു പുരയിടത്തിൽ വളർത്തിയിട്ട് അയൽക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും.
ഇതിന് അധികൃതരുണ്ട്. നമ്മളെ കോർപ്പറേഷനൊക്കെ മുൻകൈ എടുത്തിപ്പം ഈ രാജേഷ് മേയർ വളരെ കാര്യമായി അത് കാര്യം ചെയ്യുന്നുണ്ട്. അതിനെതിരെ ഇവർ സമരം ചെയ്യാൻ അവിടെ വന്ന് നമ്മളത് ഇടയ്ക്കിടയ്ക്ക് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതുപോലെ കോപ്രായം, അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും വിശേഷിപ്പിക്കാനില്ല. അതെ അതെ അതെ. മാത്രമല്ല ഇതിനെക്കുറിച്ച് വേറൊരാൾ ഒരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞ് ഞെട്ടിപ്പിക്കുന്നൊരു കാര്യമാണ്. ഈ ചില വീടുകളിൽ വലിയ ഈ വില കൂടിയ നായകളെ വളർത്തുക. നമുക്കറിയാം നായക്ക് ആയുസ് കുറവാണെന്നറിയാം, അങ്ങനെ ഒരുപാട് വർഷം അത് ജീവിച്ചിരിക്കില്ല. അപ്പോൾ ഇത് ഈ നായ ഇങ്ങനെ എല്ലായിടത്തും ആഡംബരത്തോടെ എൻ്റെ വില കൂടിയ നായാണെന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുണ്ടല്ലോ, രാവിലെ പട്ടിയും കൊണ്ട് നടക്കാൻ ഇറങ്ങുന്ന ആളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഇത്തരക്കാർ ചിലർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പട്ടിക്ക് ഒരു കുറച്ച് പ്രായമൊക്കെ ചെന്നത് കുറച്ച് അവശത കാണിച്ചു തുടങ്ങുമ്പോൾ ഈ പട്ടിയെ നേരെ കാറിൽ കയറ്റി നേരെ തിരുവനന്തപുരത്താണെങ്കിൽ അല്ലെങ്കിൽ കന്യാകുമാരി ജില്ലയിലെ ഉൾപ്രദേശത്ത് കൊല്ലത്തേക്ക് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും രാത്രി കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് പട്ടി ഇറക്കും. പട്ടി ഇറക്കി വിടും. ഇറക്കി ഭക്ഷണം തന്നെ വെച്ച് കൊടുക്കും. ഈ പട്ടി ഇത് കഴിക്കണ നേരം നോക്കി വേണ്ടിയിട്ട് മക്കളെ വരും. പിന്നെ ഈ പട്ടികൾ അനാഥരാണ്. ഇത്രയും കാലം ഈ ഇവരെയൊക്കെ വീടുകളിൽ വളരെ ആഡംബരത്തേറ്റവും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹാപ്പി. അപ്പോൾ ഇവരിന്ന് വേറെ പട്ടിക്ക് കുഞ്ഞിനെ വാങ്ങിച്ചുകൊണ്ട് വീണ്ടും വളർത്തും. ഈ ഇത്തരത്തിലുള്ള ക്രൂരമായ നടപടികൾ നടക്കുന്നുണ്ടെന്നും മനസ്സിലാവുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത നമ്മളെല്ലാം കൊടുത്തിരുന്നതാണ്. ആറ്റിങ്ങൽ ഭാഗത്തോ മറ്റോ ആണ് ഒരു പട്ടിയെ കാറിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ആ പട്ടിയെ വണ്ടി ഇടിച്ച് വന്ന് അവരെ പിടിച്ചിട്ടുണ്ടോ സംശയമാണ് ഇപ്പോഴും. ഈ പട്ടിയുടെ ദേഹത്തോടെ പലതവണ കാറ് കയറ്റി ഇറക്കിയെന്നാണ് എന്നിട്ട് പട്ടി മരിച്ചൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി. നമ്മൾ ഈ മൃഗസ്നേഹികൾ ഉന്നയിക്കുന്ന പല വാദത്തോടും നമുക്ക് മനുഷ്യരെന്ന രീതിയിൽ നമുക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം അവരുടെ ഈ നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ കുട്ടികളെ നമ്മൾ കടിച്ചു കീറി നമ്മൾ ഞാനൊരു ചാനൽ ചർച്ചയിൽ കണ്ടാണ് ഒരു കുട്ടിയെ കടിച്ചു കീറി കൊന്ന അതിൻ്റെ അമ്മ കണ്ണീരോടെ പറയുന്നത്. എനിക്ക് വ്യക്തിപരമായി ആ കണ്ണീരിനൊക്കെ വിലയല്ല ഈ നായോടുള്ള സ്നേഹം എന്നാണ് എൻ്റെ വ്യക്തിപരം. ഇതിൻ്റെ പിന്നിൽ വലിയ തോതിലുള്ള കച്ചവടം നടക്കുന്നുണ്ടെന്ന് അറിയാം. കാരണം ഞാനൊരു ദിവസം കാണുന്ന കാഴ്ച, ഞാൻ നടന്നു വരുമ്പം ആ മസ്കറ്റ് ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗത്ത് തെരുവുനായ്ക്കളുണ്ട്. ഒരു പെൺകുട്ടി സ്കൂട്ടറിൽ വന്ന് നിർത്തുന്നു, എന്തോ ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുന്നു. ഈ പട്ടികൾ കഴിക്കുമ്പോൾ ഈ പെൺകുട്ടി മാറി നിന്ന് മൊബൈലിൽ ഷൂട്ട് ചെയ്യാനല്ല, എന്നിട്ട് പുള്ളിക്കാർ തിരിച്ചു വിളിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒരു പക്ഷേ ഇത് ഏതെങ്കിലും വേറെ രീതിയിൽ സഹായം ലഭിക്കാനോ ഞാനൊരു വലിയ മൃഗസ്നേഹിയാണെന്ന് ഭാവിക്കാൻ വേണ്ടി ഇത് സോഷ്യൽ മീഡിയ ഇടാൻ ചെയ്തതാണോ, അതോ ഇതിന് എവിടെന്നെങ്കിലും സാമ്പത്തിക സഹായം അവർ കിട്ടുന്നുണ്ടോ, ഇത്തരം സംഘടനകളിൽ നിന്ന് വല്ലതും കിട്ടാൻ വേണ്ടിയാണോ എന്ന് അറിഞ്ഞില്ല. ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. ഞാൻ പലപ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ ഉദാഹരണമാക്കി പറയുന്നത്. അപ്പം അത്തരത്തിൽ ഞാൻ ഒരിക്കലും നമ്മൾ ഇത്തരം കണ്ടന്റുകൾക്കെതിരെ കമൻറ്റ് പറയുന്ന ഒരാളുടെ ഒരു പ്രൊഫൈൽ, ഒരു സ്ത്രീയാണ്, ഒരു പേര് പറയുന്നില്ല, അവരിതുപോലെ ഘോരം പ്രകൃതിക്ക്, അതായത് പ്രകൃതി അങ്ങനെയാണ് ഇങ്ങനെയാണ്, മൃഗങ്ങളെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ഘോരം പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തി വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അവിടെ ഇരുന്ന് അവരുടെ ഒരു സേഫ്റ്റിയിൽ, അതായത് സേഫ്റ്റിയുടെ നടുവിൽ ഇരുന്നു കൊണ്ട് ബാക്കിയുള്ള മനുഷ്യരുടെ അവസ്ഥയെ പരിഹസിക്കുന്ന തരത്തിൽ ആണ് അവർ പ്രതികരിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള പല മൃഗസ്നേഹികളും അവകാശപ്പെടുന്ന പലരും ഇതേ രീതിയിൽ തന്നെയാണ് അവരും ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ഗവൺമെന്റ് ഇത്തരം ഒരു തീരുമാനം എടുത്തത് എന്തുകൊണ്ട് വളരെ ഉചിതമാണ്. ആ തിരുവനന്തപുരം കോർപ്പറേഷൻ അക്കാര്യത്തിൽ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ പട്ടി പിടിക്കുന്നുണ്ടോ നമുക്ക് ഉറപ്പില്ല. ആദ്യം കുറേ പട്ടികളെ പിടിച്ചിരുന്നു, ദിവസം എത്ര പട്ടി വെച്ച് പിടിക്കാനൊക്കെ ഒരു തീരുമാനം എടുത്തിരുന്നതാണ്. അപ്പോൾ ഏതായാലും ഇത് ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു തീരുമാനം അങ്ങേറ്റം നമ്മൾ അംഗീകരിക്കുന്നു. എത്രയും വേഗം തന്നെ ഇതിൻ്റെ നടപടി ഉണ്ടാവുകയും ഈ തെരുവുനായ ശല്യം കുറച്ച് നമ്മുടെ പാവപ്പെട്ട കുട്ടികളെ എങ്കിലും മിനിമം, നമ്മളെല്ലാം മുതിർന്നവർക്ക് ആക്രമണം ഉണ്ടെങ്കിൽ പോലും ആദ്യം നമ്മൾ കുട്ടികളെ കാര്യം എപ്പോഴും ചിന്തിക്കുക. നിരപരാധികൾ, നിഷ്കളങ്കരായ കൊച്ചു കുട്ടികളെ ഈ പട്ടികൾ കടിച്ചു കയറി കൊല്ലുന്നത് ഭീകരമായ ഫുഡ് കൊടുക്കുന്നതാണ് ഇത്തരം നായ്ക്കളെ പിന്നെയും വളർത്തുന്നത്. അപ്പം നിലവിൽ അതിനൊരു ബദൽ സംവിധാനം കൊണ്ടുവരുമ്പോഴത്തേക്കും ഒരു പരിധിവരെയെങ്കിലും അത് കുറയാം എന്ന് നമുക്ക് കരുതാം, പ്രതീക്ഷിക്കാം.